വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ നോ കുറേ ഇതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. ബിക്കോസ് കുറച്ച് ബിസിയാണ്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡേ ഫുൾ ഷെഡ്യൂൾഡാണ്. സോ എനിക്കതിന് സമയം കിട്ടാറില്ല. ഹോപ്പ്ഫുള്ളി പിന്നെ എല്ലാവരുടെയും ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെയൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഇൻ ബിറ്റ്വീൻ ഖത്തറിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഫോർ 7 days ഫോർ സെലിബ്രേറ്റിംഗ് മൈ ബർത്ത്ഡേ ആൻഡ് ക്രിസ്മസ് ഓവർ ദെയർ വിത്ത് മൈ പേരൻസ്. അതിൻ്റെ വ്ളോഗൊക്കെ സൂൺ വരുന്നതായിരിക്കും. ആക്ച്വലി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ കുറേ ദിവസമായി, പക്ഷെ അത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. അപ്പോൾ അതെന്ത് ചെയ്യാമെന്ന് ഞാനതങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മളൊരു SIUK ഒരു നടത്തുന്ന ഒരു ഇവൻറ്റ് എഡ്യൂക്കേഷൻ ഫെയറിൽ ആണ് നമ്മൾ പോകുന്നത്. UK പോകാനുള്ള പ്ലാനുള്ള കുട്ടികൾക്ക് അവർ ഹെൽപ്പ് ചെയ്യും, ലൈക്ക് ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെയാണ്. നമ്പർ 1 ആണ്. ദെൻ അവിടെ പോയി ഒരുപാട് കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ. സോ അവിടെ ഒത്തിരി അധികം യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ദേ ആർ സ്പെഷ്യലി ഫോക്കസിങ് ഓൺ UK ആൻഡ് USA ആൻഡ് സം മോർ കാനഡ ടു. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനും കുറച്ച് യൂണിവേഴ്സിറ്റീസൊക്കെ പോയി കുറച്ച് ബ്രോഷറും അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് നോക്കാം അതിനെയൊക്കെ പറ്റിയിട്ട്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തെങ്കിലും കോഫി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കുടിക്കാം എന്ന് വിചാരിച്ച് അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇറ്റ്സ് അറൗണ്ട് 7 ഒക്കെ ആയിരുന്നു. ആൻഡ് ദ വ്യൂ ഗൈസ്, ഇറ്റ്സ് അമേസിങ്. ഒരു ലക്ഷറി ഫീൽ ഉണ്ടായിരുന്നു അവരുടെ എല്ലാ ഏരിയയിലോട്ടും, ഈവൻ ദ പില്ലർ, ഫ്ലോർ, എവ്രിതിങ്. ആൻഡ് ഇത് അവരുടെ ഒരു 7 കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് സ്റ്റാർട്ട് അറൗണ്ട് ബൈ 7 PM അറ്റ് നൈറ്റ്. And then their restroom is so good and so aesthetic. ഈ സ്റ്റെയർ കേസ് ആണ് എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇറ്റ്സ് ആക്ച്വലി എ സെൻറ്റർ അട്രാക്ഷൻ ഓഫ് ദാറ്റ് ഏരിയ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും പോരാ, അതിൽ കൂടുതൽ എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ആൻഡ് ദർ ഇസ് എ ബിഗ് ഹാൻഡിൽ ഓവർ ദെയർ വിച്ച് ഓൾസോ സോ ഗുഡ്. ഒരു കാസിൽ വൈബൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു സ്റ്റെയർ കേസിന്. ആൻഡ് ഈ മാനിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇറ്റ്സ് ക്രിസ്മസ് ടൈം ആയതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈച്ച് ആൻഡ് എവ്രി എലമെൻറ്റ്സ് ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ ഇതായിരുന്നു അവിടുത്തെ ഹൈ ടീ എന്നുള്ള കോൺസെപ്റ്റിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. എത്ര ആണെങ്കിലും നമുക്ക് കഴിക്കാം 2 പേർക്ക്. ആൻഡ് അവരുടെ ഐറ്റംസിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റ്, സ്ട്രക്ചർ, എവ്രിതിങ് ഈസ് ഓൺ പെർഫെക്റ്റ്. അതിൻ്റെ തീം തന്നെ നല്ല ഭംഗിയില്ലേ? സോ ഫസ്റ്റ് ഞാൻ കഴിച്ചത് അവരുടെ വെജ് ആൻഡ് ചിക്കൻ കീഷ് ആൻഡ് എഗ് പഫ് ആയിരുന്നു. ഇറ്റ്സ് സൂപ്പർ, ഒന്നും പറയാനില്ല. ആൻഡ് ദർ ക്യാപ്പുച്ചിനോ ഇസ് ഓൾസോ സോ ഗുഡ്. അതിനെ ഞാൻ കേട് വരുത്തുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കുറച്ച് ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ്സൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ദിസ് ഇസ് എ ക്യൂട്ട് തിങ്. ആ വയലറ്റ് ലാവൻഡർ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം മറ്റേത് ലോട്ടസ് ബിസ്ക് ഓഫ് ചീസ് കേക്കാണ്. ദോസ് ഓൾസോ സോ ഗുഡ്. ആൻഡ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്, ഞാൻ എടുത്തതിലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ട്രോബെറി വനില കേക്കായിരുന്നു. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ടു ഗുഡ്. പിന്നെ അവിടെ എന്നെ ക്യൂരിയസ് ആക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഷാംപെയിൻ ടേസ്റ്റിംഗ് സെറിമണി. അപ്പോൾ ഒരു 4 ആൾക്കാരൊക്കെ 4 ലേഡീസൊക്കെ വന്ന് ദേ ആർ അനൗൺസിങ് സംതിങ് ഓവർ ദെയർ. ആൻഡ് അവർ ന്യൂ ഷാംപെയിൻ ബോട്ടിൽ അവർ ഓപ്പൺ ചെയ്യുന്നത്. ഐ ആം സീയിങ് ഫോർ ദിസ് ഫസ്റ്റ് ടൈം. സെറമണി ഒക്കെ കഴിഞ്ഞ് ഐ തോട്ട്
ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് ഫുള്ള് കാണാം. ഇനിയും കുറേ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇറ്റ്സ് എ വെരി ബിഗ് ഹ്യൂജ് പ്രോപ്പർട്ടി. സോ നമ്മൾ ഫുഡ് കഴിച്ചിരുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് ഇത്. ദിസ് ഇസ് മഹാലക്ഷ്മി റേസ് കോഴ്സ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളെല്ലാം ഉള്ളത്. വിത്തിൻ 1 കിലോമീറ്റർ ആൻഡ് 2 കിലോമീറ്റേഴ്സ് ഓൺലി. ഇപ്പോൾ ഈ കാണുന്നത് മഹാലക്ഷ്മി റേസ് കോഴ്സാണ് മുംബൈത്തെ. ഓൾമോസ്റ്റ് എല്ലാ കോൺസേർട്ടൊക്കെ നടക്കുന്നത് ആ ഏരിയയിലാണ്. അങ്ങനെ നമ്മൾ അവരുടെ പൂൾ സ്ഥലത്തെത്തി. അയ്യോ, ഇറ്റ്സ് സോ അമേസിങ്. എനിക്ക് ഒന്നും ഞാൻ പറയണില്ല, കാരണം അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ലേ ഔട്ട്, ദേ ഹാവ് സച്ച് എ ബിഗ് പൂൾ ആൻഡ് അവിടെ ഒരു ചെറിയൊരു ബാർ ഏരിയ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാതിരുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ദ വ്യൂ ഫ്രം ദർ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ്